ആർ അനന്തകൃഷ്ണൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. അനന്തര ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാലാവസ്ഥ ഇപ്പോൾ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മഴ അല്പം മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ എങ്കിൽ പോലും പല പ്രതിസന്ധികൾ ഉണ്ടാകാം എന്ന് സൈന്യത്തിന്റെ അറിയിപ്പിൽ പോലും പറയുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പൂജ, മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ഭീഷണിയായിട്ടുള്ളത്. കാരണം ചൂരൽമല പുഴയുടെ ജലനിരപ്പ് ഇടയ്ക്ക് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബേലി പാല നിർമ്മാണത്തിനും വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഏതായാലും സൈന്യം ഇന്ന് രാത്രി മുഴുവൻ ഈ പ്രവൃത്തി തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയോടെ ഈ പാലം നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ, ആ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി മുഴുവൻ ആ പാലം നിർമ്മാണത്തിന്റെ ജോലി നടക്കും എന്ന് സൈന്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മറ്റ് തിരച്ചിൽ പ്രവർത്തനങ്ങളൊക്കെ ഇന്നത്തേക്ക് നിർത്തിയിട്ടുണ്ട്. രാത്രിയോടെ നിർത്തിവെച്ചു. ഇനി രാവിലെ 6 മണി മുതൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കും, തിരച്ചിലും ആരംഭിക്കും. ഇന്ന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഈ മുണ്ടക്കയിലടക്കം ഒറ്റപ്പെട്ട് നിന്നിരുന്ന 179 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിന്റെ തെരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെയാണ് രക്ഷാപ്രവർത്തകർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, ചുരൽമലയിൽ നിന്നടക്കം മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. നാളെ ഇപ്പോൾ രാവിലെ 6 മണിക്ക് രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. കരസേന, നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിവർ ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഉണ്ടാകും. നാളെ തെരച്ചിൽ പ്രധാനമായും നടക്കുന്നത് അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലാണ്. ചൂരൽമലയിൽ തന്നെ ഈ പുഴ താഴേക്ക് പോകുന്ന ഭാഗത്ത്, ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഒരുപാട് അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ആ ഭാഗത്തെ തെരച്ചിലിന് വേണ്ടി 5 JCBകൾ അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ. അതിനൊപ്പം ഈ രക്ഷാപ്രവർത്തകരുടെ ഓരോ സംഘത്തിനുമൊപ്പം ഡോഗ് സ്ക്വാഡും ഉണ്ടാകും. ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുക്കാനുള്ള സംവിധാനത്തിലാണ് അങ്ങനെ ഡോഗ് സ്ക്വാഡിനെ കൂടി നിയോഗിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് സൈന്യത്തിന്റെ അടക്കം രക്ഷാ ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധികളുമായി യോഗം ചേരുകയും സുരക്ഷാ അല്ലെങ്കിൽ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വളരെ വേഗത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, മുണ്ടക്കൈ ഭാഗത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്താൻ നാളെ രാവിലെ മുതൽ ആദ്യത്തെ നടപടികൾ അതായിരിക്കും. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതായാലും പാലം നിർമ്മാണം നാളെ വൈകുന്നേരത്തോടെ പൂർത്തിയാകും. അതോടുകൂടി മുണ്ടക്കൈ ഭാഗത്തേക്ക് JCB അടക്കമുള്ള സാധന സാമഗ്രികൾ എത്തിക്കാനും കഴിയും. തീർച്ചയായും രാത്രിയും നിർമ്മാണം തുടരും എന്ന് തന്നെയാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.